ഒടുവിൽ വയനാട് ദുരന്തബാധിതരെ കേന്ദ്രം കൈവിടുകയാണ്. മുണ്ടക്കൈ ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാകില്ലെന്ന് കേന്ദ്രം നിലപാടറിയിച്ചു. രേഖകളെല്ലാം നൽകിയെങ്കിലും നിരാശയായിരുന്നു ഫലം. നമ്മൾ പുറന്തള്ളപ്പെട്ടവരാണോ എന്ന് മുഖ്യമന്ത്രിയുടെ ചോദ്യം. മറ്റു ചില സംസ്ഥാനങ്ങൾ ദുരന്തമുണ്ടായി. ആ സംസ്ഥാനങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കേന്ദ്രം ധനസഹായം അനുവദിച്ചു. നമ്മളെന്താ ഇന്ത്യക്ക് പുറത്തുള്ളവരാണോ? ഈ കേരളം എന്നത് പൂർണ്ണമായി തള്ളപ്പെടേണ്ട ഒരു സംസ്ഥാനമാണോ? എന്തേ നമുക്കുള്ള കുറവ്? വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാകില്ലെന്ന കത്തിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് ഒപ്പിട്ടത് നവംബർ 10-നാണ്. എന്നാൽ കേരള സർക്കാരിന്റെ ഡൽഹിയിലെ പ്രതിനിധിയായ KV തോമസിന് ഇമെയിൽ വഴി കത്ത് ലഭിച്ചതാകട്ടെ നവംബർ 14-ന്. അങ്ങനെ ആരോപിച്ചാൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് നിങ്ങളുടേതായ അഭിപ്രായം കണ്ടെത്തുന്നതിന് ഞാനെതിരല്ല. വയനാട് ഉപതെരഞ്ഞെടുപ്പ് കഴിയും വരെ കേന്ദ്രം കത്ത് മൂടിവെച്ചെന്ന രാഷ്ട്രീയ ആരോപണമാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും ഉയർത്തുന്നത്. ഇങ്ങനെ ഓരോ നിർണായക ഘട്ടത്തിലും കേരളത്തെ പിന്നിൽ നിന്ന് കുത്തുന്നവരായി കേന്ദ്ര സർക്കാർ മാറിയിരിക്കുകയാണ്. ധനസഹായത്തിൽ 2 ആഴ്ചയ്ക്കകം തീരുമാനമെടുക്കണമെന്ന് കേന്ദ്രത്തോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. കേരളത്തിന്റെ അക്കൗണ്ടിൽ പണമുണ്ടെന്ന് നിലപാട് വീണ്ടും കോടതിയിൽ കേന്ദ്രം ആവർത്തിച്ചു. സംസ്ഥാനത്തോടുള്ള വെല്ലുവിളിയെന്ന് റവന്യൂ മന്ത്രിയുടെ കുറ്റപ്പെടുത്തൽ. ഈ കത്തുകൊണ്ട് കേരളത്തിലുണ്ടായ ഒരേയൊരു മെച്ചം ഇവിടെ ചില ആളുകൾ പ്രചരിപ്പിച്ച് നടക്കുന്നുണ്ടായിരുന്നു. കേന്ദ്രം എന്തോ മെമ്മോറാണ്ടത്തിൽ ചിലത് കൊടുക്കാത്തത് കൊണ്ടാണ് കാശ് കിട്ടാത്തത്. അതല്ല എന്ന് വ്യക്തമായി. സംസ്ഥാന സർക്കാർ കൈവശമുള്ള പണം ആദ്യം വിനിയോഗിക്കട്ടെ എന്നാണ് BJPയുടെ നിലപാട്. മറ്റ് സംസ്ഥാനങ്ങൾ തത്തുല്യമായിട്ടുള്ള അപകടങ്ങൾ ഉണ്ടായ സംസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ അവർ എന്താണ് ഇതിൻ്റെ നോംസ്? ഇതിനൊരു ചട്ടമനുസരിച്ച് ചെയ്യാൻ പറ്റും. ഓരോ സ്റ്റേറ്റിനും വ്യത്യസ്തമായിട്ട് ചെയ്യാൻ പറ്റും. കേന്ദ്ര നടപടിയിൽ പ്രതിഷേധിച്ച് അടുത്ത ചൊവ്വാഴ്ച വയനാട്ടിൽ LDFും UDFും ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.